അടടാ അടടാ പണിപ്പാളെ ഇടതന്മാരുടെ കിളി പോലെ അടടാ അടടാ പണിപ്പാളെ ഇടതന്മാരെ കിളിയെ കണ്ടില്ലേ കണ്ടില്ലേ യെസ്റ്റുവിൻ പട്ടാളം കണ്ടില്ലേ കണ്ടില്ലേ യെസ്റ്റുവിൻ പട്ടാളം. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. STUയുടെ സംസ്ഥാന സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കടപ്പുറത്തെ മനുഷ്യ കടലാക്കിയാണ് ഈ സമ്മേളനം കടന്നു പോകുന്നത്. STUവിന്റെ 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു സംസ്ഥാന സമ്മേളനം ചേരുന്നത്. എന്തായാലും ഞങ്ങളെ പോലത്തെ STUവിന്റെ പ്രവർത്തകർക്ക് ഇതൊരു അഭിമാനമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന കൂടിയാണ് ഈ STUവിന്റെ ഈ പ്രകടനം. UDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് മുന്നോടിയായി UDF ഇങ്ങനത്തെ STU തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞാൽ നാനാ ജാതി നാനാ മതസ്ഥർ ഒത്തുകൂടിയ സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണ് STU. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയെങ്കിലും എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ LDF സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു സൂചന കൂടിയാണ് ഈ നടത്തുന്ന സമരം. കേരളത്തിലെ തൊഴിലാളി സംഘടനയിലെ രണ്ടാമത്തെ സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ. അതിന്റെ കോഴിക്കോട് 40-45 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് അങ്ങാടിയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതിന്റെ തൊഴിലാളികളുടെ അത്യുജ്വലമായ ഒരു പ്രകടനമാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട്. നല്ല അഭിപ്രായമാണുള്ളത്. നല്ല ഇത്രയും ജനസമുദ്രമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയതിന് ആദ്യമായിട്ട് തന്നെ ഇവരുടെ സംഘാടകർക്കുള്ള നന്ദിയും കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മനുഷ്യ കടലാക്കിയേക്കുവാണ് ഈ കോഴിക്കോടിലെ നീലക്കടൽ അത്ര രീതിയിലേക്ക്. യെസ്, എന്താണ് പറയാനുള്ളത്? തൊഴിലാളി എന്നുള്ള തൊഴിലാളിയുടെ കെട്ടുറപ്പാണ് ഇത് കാണിക്കുന്നത്. തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന STUവിന്റെ സമര പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ് ഇവിടെ നടന്നത്. അതിനെല്ലാ പിന്തുണയും ഞാനും അറിയിക്കുക. ഞങ്ങൾ ഈരാറ്റിടുന്നതാണ്. കേന്ദ്ര കേരള സർക്കാരുകളുടെ തെറ്റായ തൊഴിൽ നിയമങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു STUവിന്റെ താക്കീതും കൂടിയാണ് ഈ കടപ്പുറത്ത് നടക്കുന്ന ഈ സമ്മേളനം. ഇന്ന് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് എത്രയും ജനങ്ങളാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് ഈ സർക്കാരുകൾക്കെതിരെ പ്രതിഷേധം തന്നെയാണത്. ഈ ജനങ്ങൾ കുഞ്ഞു പൈതങ്ങളായിട്ടൊക്കെ സ്ത്രീകൾ വന്നിട്ടുള്ളത്. അത്രയ്ക്കും ജനങ്ങൾ പൊരുതി മുട്ടിക്കണു ഓരോ പ്രയാസം കൊണ്ട്. അതിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീതാണ് സർക്കാരുകൾക്കെതിരെയുള്ള ഒരു വിജയത്തും കൂടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പ്. അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ ജനക്കൂട്ടം. വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്നുള്ളത്. നിങ്ങൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്? ഞങ്ങൾ ചുമട്ട് തൊഴിലാളിയാണ്. ഞങ്ങൾ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാർ. കാരണം ഇഷ്ടംപോലെ ആൾക്കാർക്ക് തൊഴിലാളികളെ പിരിച്ചുവിടാനും അവർക്ക് പറ്റിയ ആൾക്കാരെ കയറ്റാനും ഉള്ള നിയമങ്ങളുള്ളത് കാരണം നമ്മൾ പഴയ തൊഴിൽ നിയമങ്ങളൊക്കെ അവർ പൊളിച്ചെഴുതിക്കണം. അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഈ കടപ്പുറത്ത് നടക്കുന്ന ഈ മഹാസമ്മേളനം. STUവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ജനങ്ങളോട് കാണിക്കുന്ന രണ്ട് ഗവൺമെൻറ്റുകളും, അഥവാ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കാണിക്കുന്ന സമീപനത്തിനൊക്കെ എതിരെയായിട്ടാണ് ഈ സമരമല്ല ഈ സംസ്ഥാന സമ്മേളനം, അതിൻ്റെ മഹാറാലിയാണ് നമ്മുടെ തൊട്ടുപിറകിലായിട്ട് കടന്നു വരുന്നത്. കേരളത്തിൽ ഇന്ന് ഒന്നാമത്തെ തൊഴിലാളി STU. കാരണം CITO എന്ന യൂണിയൻ ഇന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയമുണ്ട്. ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രവൃത്തിയും ഈ CITO അല്ലെങ്കിൽ AITCO ഇതുപോലെ യൂണിയൻകാർ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും യൂണിയൻകാർക്കും മറ്റു ആവശ്യങ്ങൾക്കും സമര രംഗത്തുള്ളത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തൊഴിലാളി വിഭാഗമായ STU മാത്രമുള്ള ഏത് രീതിയിലും മുൻപന്തിയിലുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ യൂണിയൻ സംഘടനയ്ക്ക് മാത്രമേ ഇതുപോലെ സംഭവം വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളവർ വെച്ചെങ്കിൽ കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ 1, 2, 3 ജില്ലകൾ കൊണ്ട് ഒതുങ്ങുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം സംബന്ധിച്ചും കേരളത്തിലെ 14 ജില്ലകളിലും അതുപോലെ മുഴുവൻ പഞ്ചായത്തിലും മുഴുവൻ മണ്ഡലത്തിലും STU എന്ന സംഘടന ഇന്ന് അതിശക്തമായി നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചും ഈരാറ്റുപേട്ടയെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പല വിധത്തിലായിട്ട് ഏകദേശം ഒരു 400-450 യൂണിയന്റെ പ്രവർത്തകർ തന്നെയുണ്ട് എന്താവശ്യത്തിനും. അവിടെയൊന്നും CITO AITC എന്ന് പറയുന്നത് വിരലെ എണ്ണാവുന്നവർ പോലുമില്ല. കാരണം അതിൽ പ്രവർത്തിച്ചുള്ള CITയും AITCക്കാരും ഇന്നവര് സ്വന്തം അവരത് മടക്കി വെച്ചിരിക്കുക. സമര രംഗത്തോ ഒന്നുമില്ല. കാരണം ഈ 9-9.5 കൊല്ലത്തെ അവരുടെ ഭരണത്തിന്റെ ഇതുകൊണ്ട് അവര് എല്ലാം മടുത്തിരിക്കുക. സ്വന്തം നേതാവിനെതിരെ അവര് പലവരും പരസ്യമായിട്ട് രംഗത്ത് വരാൻ പാടായതുകൊണ്ട് അവരുടെ കൊടിയെടുപ്പോ അവരുടെ സമരങ്ങളോ ഒന്നും ഈരാറ്റുപേട്ട നടക്കുന്നില്ല, അതുപോലെ കേരളത്തിൽ നടക്കുന്നില്ല. മനുഷ്യക്കടലായിട്ടാണ്, അതായത് സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ രീതിയിലേക്കുള്ള വലിയൊരു പടയാണ് ശരിക്കും ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 10,000 ജനങ്ങൾ പങ്കെടുത്തുണ്ട് ഈ പരിപാടി.
പതിനായിരക്കണക്കിന് യൂണിയന്റെ ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള തൊഴിലാളി സംഘടനകളുടെ ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനം. ഇത് മഹാവിജയമാക്കുന്നുള്ളത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഞങ്ങളെ നേതാക്കന്മാരായിട്ടുള്ള പ്രവചിച്ചിട്ടുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ നേതാക്കന്മാരുടെയും അപ്പുറത്തേക്കായി ഇന്നത്തെ ഈ ഒരു സംസ്ഥാന സമ്മേളനം എന്നാണ് ഞങ്ങളെല്ലാവരും വിലയിരുത്തുന്നത്. ഇത് സർക്കാരിന്റെ അനാസ്ഥക്കെതിരെയുള്ള തൊഴിലാളികളുടെ പ്രതിഷേധം കൂടിയാണ് ഇന്നത്തെ ഈ മഹാസമ്മേളനം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ STUവിന്റെ സംസ്ഥാന സമ്മേളനത്തിനോട് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇന്നത്തെ ഈ സമ്മേളനം. വരുന്ന തെരഞ്ഞെടുപ്പ്, അതായത് ഇനി വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ 100 സീറ്റ് അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായ സംസ്ഥാന STUവിന്റെ സമ്മേളനം ഈ സംസ്ഥാനത്ത് ജനലക്ഷങ്ങൾ പങ്കെടുത്ത സമ്മേളനമാണ് നടക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള തിരിച്ചുവരവിന് ഇടതുപക്ഷ സർക്കാരിന്റെ കൊള്ള, ശബരിമല കൊള്ള, തീ പൊള്ളുന്ന അഴിമതിക്കെതിരായി സർക്കാരിന്റെ വിധി എഴുതുന്ന ഒരു സമ്മേളനം കൂടിയായി മാറ്റുമെന്നാണ് ഞങ്ങൾക്ക് STU നേതൃത്വത്തിൽ പറയാനുള്ളത്. STUവിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഇതേപോലത്തെ ഒരു തൊഴിലാളി സംഘടന ഇന്ത്യയിൽ തന്നെ എവിടെ ഉണ്ടാവില്ല. അത്രയും അച്ചടക്കം ചിട്ടയോടുകൂടിയുള്ള ഒരു സംഘടനയാണ് ഇത്. ഇന്ത്യയിൽ തന്നെ ഒരു സംഘടനയ്ക്കും ഈ മാതൃക കാണിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത്രയ്ക്കും അച്ചടക്കം, അത്രയ്ക്കും മാതൃകപരമായ സംസ്ഥാന സമ്മേളനമാണ് STUവിന്റെ മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത്. ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം സാധനത്തിനൊക്കെ വിലക്കയറ്റം ഉണ്ടായി, ജനങ്ങൾക്ക് ജീവിക്കാൻ ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാതായി. അങ്ങനെ പിന്നെ ഗവൺമെന്റ് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഒന്നും കൊടുക്കണില്ല. അങ്ങനെ ഈ മൊബൈൽ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പല ഗവൺമെന്റ് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയാന്നല്ലാതെ അവർ ലാസ്റ്റ് വരുമ്പോൾ ആ പറയണത് ആദ്യത്തതേ ചെയ്യണുള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. 2500 കൊടുക്കുമെന്ന് മാറ്റം വരണ്ടേ. പിന്നെ മാറ്റം വരാൻ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങള് തകർന്നു പോകില്ലേ? ചെറുപ്പക്കാർക്ക് ജോലിയില്ല, അവർ വിദ്യാഭ്യാസം നേടിയിട്ട് അവരെന്ത് ചെയ്യും? അവരെവിടെ പോകും ജോലിന്? സർക്കാർ ഒരുപാട് തൊഴിൽ മേഖല കിടക്കുന്നുണ്ട്, ഒരാൾക്കും തൊഴിലില്ല. ഉള്ള ഫണ്ടാച്ച കൊടുത്ത് സർക്കാർ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പൊ അതിനെതിരെയൊക്കെയാണ് ഇപ്പൊ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പെൻഷൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണില്ല. ജനങ്ങൾ എല്ലാം കൊണ്ടും തകർന്ന സമയത്തും സർക്കാരിന്റെ ഒരു താങ്ങായിട്ട് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതിനെതിരെ പ്രതിഷേധങ്ങൾക്കായിട്ടാണ് ജനങ്ങൾ സംഘടിപ്പിച്ചു കൂടുന്നത്. നമ്മളിപ്പോൾ 60 വർഷം നമ്മുടെ തൊഴിലാളി സംഘടന ആദ്യമായിട്ടാണ് STU തൊഴിലാളി ഫെഡറേഷൻ ജനറലായിട്ട് ഒരുമിച്ച് ഒരു സമ്മേളനം നടക്കുന്നത്. മഹാസമ്മേളനമാണ്. കാരണം 60 വർഷം നമ്മളൊരു 33 ഫെഡറേഷൻ ഒരുമിച്ച് സംയുക്തമായിട്ട് STU സംസ്ഥാനം നടക്കുന്ന മഹാസമ്മേളനം കോഴിക്കോട് നീല കടലാക്കി മാറ്റിയിരിക്കുന്നു മൊത്തമായിട്ട്. കാരണം ഉച്ചക്ക് തുടങ്ങിയ റാലിയാണ്. ഇനി വൈകുന്നേരം പൊതുപരിപാടി, ഒരുപാട് MLA മാർ മന്ത്രിമാരെല്ലാം വരുന്ന പ്രസംഗങ്ങൾ. നാളെ നമ്മൾ 3 ദിവസമായി നടത്തുന്ന സമ്മേളനമാണ്. അല്ല ഒരു എന്താ പറയുക, ഒരു നല്ല ഉജ്ജ്വലമായ ഒരു നീലക്കടലാക്കി മാറ്റി നമ്മളെ കോഴിക്കോട് കടലോരം മുഴുവനായിട്ട് മൊത്തമായിട്ട് നല്ല ഒരു സമ്മേളനം. കേരളം കണ്ട ഏറ്റവും ശക്തമായ സമ്മേളനമായിരിക്കും ഇത്. ഇതുവരെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ സമ്മേളനമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. STUവിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല സമ്മേളനം. 69 വർഷമായി ഈ പ്രസ്ഥാനം ഉടലെടുത്തിട്ട് KMCC സാഹിബിന്റെ നാമധേയത്തിൽ തുടങ്ങിയതാണ്. അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ്. അത് തീർച്ചയായിട്ടും തൊഴിലാളികൾക്കും ഈ കേരളീയ സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. CPM-ലെ പ്രതിഷേധമാണ് ഈ തീർക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഭരണ വികാരം മോശമായ അഭിപ്രായമാണ് പറയാലോ. അതിന് അടുത്ത STUവിന്റെ നേതൃത്വത്തിൽ നല്ല പുതിയ ഭരണസമിതി വരും. തൊഴിലാളി യൂണിയൻ രംഗത്ത് തൊഴിലാളി പ്രസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സുതാര്യമായിട്ടും കാര്യക്ഷമമായിട്ടും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് STU. അതുതന്നെയാണ് മറ്റുള്ള ഏത് ട്രേഡ് യൂണിയൻ എടുത്താലും STU ആ പ്രവർത്തകരെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു സത്യം. ഇതുപോലെ ഒരു പരിപാടി ഇപ്പോൾ ഏതൊരു പാർട്ടിയുടെ ഇത്രയും ഗംഭീരമായിട്ടൊരു പരിപാടി അവിടെ നടത്തിയില്ല. ഇപ്പൊ ഇവിടെ മുതൽ ലാസ്റ്റ് വരെയും ഫുള്ള് ജനങ്ങളാണ്. ഇവിടെ STUവിന്റെ സമ്മേളനം അത്രയും വലിയൊരു സമ്മേളനമാണ്. എന്താണ് പറയാനുള്ളത്? തൊഴിലവസരം അല്ലെങ്കിൽ എന്താണ് ഈ സമ്മേളനത്തിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ളായിട്ടൊരു നിഗമനമായിട്ടൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ മന്ത്രിസഭ അങ്ങനെയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഓരോന്നോരോന്ന് അട്ടിമറിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ നമുക്ക് വ്യക്തമല്ല.